ഹായ് ഓൾ, വെൽക്കം ടു CC സൈബർ ക്യാമ്പസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ HTML-ഉം CSS-ഉം യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഫൈൽ കാർഡ് ക്രിയേറ്റ് ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡിജിറ്റൽ ക്ലോക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഈ ഡിജിറ്റൽ ക്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു HTML ഫയൽ വേണം, അതുപോലെ തന്നെ ഒരു CSS ഫയൽ വേണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. HTML നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്കൊരു ബോയിലർ പ്ലേറ്റ് വേണം. സോ നമ്മളൊരു ബോയിലർ പ്ലേറ്റിന് ഷോർട്ട് കട്ട് ആയിട്ട് HTML5 കൊടുക്കും. സോ നമ്മൾ ബോയിലർ പ്ലേറ്റ് വന്നിട്ടുണ്ട്. ദെൻ നമുക്കിതൊരു ഡിജിറ്റൽ ക്ലോക്ക് എന്നുള്ള ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. ദെൻ നമുക്ക് ഡിവ് സ്റ്റാർട്ട് ചെയ്യാം. ഡിവില് ഞാൻ ഓൾറെഡി ഡിഫൈൻ നമ്മൾ സ്റ്റൈലൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. സോ നമുക്ക് ഡിവ് സ്റ്റാർട്ട് ചെയ്യാം. ഡിവില് ഞാൻ ഡിവ് ക്ലാസ് ഈക്വൽ ടു നമുക്ക് ഈ ക്ലാസ്സുകൾ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഒന്ന് ക്രിയേറ്റ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഡിവില് ID കൊടുക്കാം. ഡിവ് ID ഈക്വൽ ടു നമുക്കൊരു ടൈം, ജസ്റ്റ് നമ്മുടെ ക്ലോക്ക് എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളതിന്റെ ഒരു മോഡൽ. അപ്പൊ നമുക്ക് ഇത്രയും കൊടുത്തു. 2 സ്പാനും കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് അത് എല്ലാം ഡിഫൈൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തിടാം. സ്പാൻ കൊടുത്തു. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ടൈം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ ക്ലോക്ക് സ്റ്റൈൽ .css എന്ന് പറയുന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അത് ഇവിടെ ലിങ്ക് ചെയ്യിക്കാം. സോ ലിങ്ക് റിലേഷൻ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്. അപ്പൊ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. അപ്പം എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സ്റ്റൈൽ എന്നുള്ള രീതിയിൽ സ്റ്റാറിന് സ്റ്റൈൽ കൊടുക്കുന്നുണ്ട്. സ്റ്റാറിന്റെ സ്റ്റൈല് മാർജിൻ 10 കൊടുത്തു. പാഡിങ് 0 കൊടുക്കുന്നു. ദെൻ ഫോണ്ട് ഫാമിലി കൊടുത്തു. ദെൻ ഇത്രയും കൊടുത്തു. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ HTML-ലും ബോഡിയിലും എന്തെങ്കിലും ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. HTML ബോഡിയിൽ നമ്മൾ ഒരുമിച്ച് സ്റ്റൈൽ അപ്ലൈ ചെയ്യാണ്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയും നമുക്ക് സെന്ററിൽ വന്നോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പൊ സെന്ററിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ നമ്മൾ നേരത്തെ പ്രീവിയസ് കൊടുത്തിട്ടുള്ള ക്ലാസ് റാപ്പർ എന്ന് പറയുന്ന ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാം. റാപ്പർ എന്ന് കൊടുത്തു. അതിന്റെ ഹൈറ്റ് ഒരു 100 px കൊടുത്തു. ദെൻ അതിനൊരു വിഡ്ത്ത് 360 px കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തു. ദെൻ ബോർഡർ റേഡിയസ് 10 px കൊടുത്തു. ദെൻ ബാക്ക്ഗ്രൗണ്ട് ഗ്രേഡിയന്റില് ഗ്രേഡിയന്റ് കളറും കൊടുത്തു. ദെൻ ഒരു ആനിമേഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആനിമേഷൻ ഇത്രയും നമ്മൾ കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ടൊന്നും കൂടെ നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ക്ലാസിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. ക്ലാസ്സോടെ സ്പെല്ലിംഗ് റെഡി ആക്കി കൊടുക്കാം. അപ്പൊ നമ്മളൊരു ഗ്രേഡിയന്റ് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഗ്രേഡിയന്റിൽ ഒരു ഗ്രിഡ് അല്ലെ, ഒരു ഗ്രിഡ് ബോക്സിൽ ഗ്രേഡിയന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. റേഡിയസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെ നമ്മൾ വേറൊരു ക്ലാസ്സും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ക്ലാസ് നമുക്ക് ഡിസ്പ്ലേ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഡിസ്പ്ലേന്റെ ഉള്ളിൽ എന്താ ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബോർഡർ റേഡിയസ് 6 px കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് അലൈനർ സെന്ററിലേ ആക്കാം. നമുക്കിപ്പം ടെക്സ്റ്റ് അലൈൻ ഉള്ളത് ഏറ്റവും ടോപ്പിലല്ലേ. നമുക്ക് ടെക്സ്റ്റ് അലൈന് സെന്ററിലാക്കി കൊടുക്കാം. നമുക്കതൊന്നും കൂടെ സേവ് ചെയ്തിട്ട് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് ചേഞ്ച് വരുന്നത്. ഇപ്പൊ ഒരു ബ്ലാക്ക് സംഭവം, ഒരു എക്സ്ട്രാ ഒരു സാധനം അതിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് ആക്കണം. അതൊക്കെ നമുക്ക് ചെയ്യാം.
ഇനി നമ്മൾ വീണ്ടും വേറൊരു ക്ലാസ്സും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് ചെയ്യാം. റാപ്പറിന്റെ ഉള്ളിൽ ഡിസ്പ്ലേന്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഒരു ടൈം എന്ന് പറയുന്ന ഒരു ഡിവിന്റെ ഐഡിയ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ടൈമിനെ നമുക്ക് ആക്കാം. ടൈമിനെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ടൈം ഹൈറ്റ് എന്ന് പറയുന്നത് 85 px, then color ഇതിന് ഈ ഒരു ഗ്രേഡിയന്റ് തന്നെ കൊടുക്കാം. സോ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. സെയിം തന്നെ ഗ്രേഡിയന്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വെബ് കിറ്റ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. വെബ് കിറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്ലിപ്പ് കൊടുക്കണം. ടെക്സ്റ്റ് ആക്കി കൊടുക്കാം. ഐഫൺ വെബ് കിറ്റ് ടെക്സ്റ്റ് ഫിൽ കളർ ട്രാൻസ്പെറന്റ് ആക്കി കൊടുക്കാം. ദെൻ വെബ് കിറ്റിൽ ആനിമേഷൻ കൊടുക്കാം. വെബ് കിറ്റ് കൊടുക്കണ്ട. ഇത്രയും കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ആ ഒരു ബ്ലാക്കിന്റെ ഉള്ളിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു ആനിമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആനിമേറ്റ് എന്നുള്ള. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു കീ നമുക്ക് കൊടുക്കാം. അറ്റ് കീ ഫ്രെയിംസ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മുടെ ആ ഒരു ഗ്രേഡിയന്റ് എന്നുള്ളത് അതിനൊരു ആനിമേഷൻ വന്നിട്ടുണ്ട്. കളേഴ്സ് ഒക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഇതിന്റെ ഒരു സ്പാൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള റാപ്പറിന്റെ ഉള്ളില് ഡിസ്പ്ലേന്റെ ഉള്ളില് അതുപോലെ തന്നെ റാപ്പറിലെ സ്പാനില് ഇത് രണ്ടിന്റെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഇതില് പൊസിഷൻ അബ്സല്യൂട്ട് കൊടുക്കാം. ഇത്രയും കൊടുത്തപ്പോൾ നമുക്ക് എന്താ വ്യത്യാസം എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പൊ നമ്മൾ ആ ഒരു ബ്ലാക്ക് ആ ഒരു ബോക്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു സ്പാനും കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ സ്പാൻ ഡിഫൈൻ ചെയ്യാം. ഡോട്ട് റാപ്പറിലെ ഹൈറ്റ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് കൊടുക്കാം. പിന്നെ അതിന്റെ വിഡ്ത്ത് പെർസെൻറ്റേജ്, പിന്നെ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. നമ്മൾ ഇതിലൊരു ഇൻഹെറിറ്റ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫസ്റ്റ് ചൈൽഡ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ ചൈൽഡിനെ മെൻഷൻ ചെയ്യണം. സോ റാപ്പറില് സ്പാനില് ഫസ്റ്റ് ചൈൽഡിന് നമുക്ക് എന്ത് കൊടുക്കാം? നമ്മൾ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും കൊടുത്തതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നോ എന്നുള്ളത് നോക്കാം. കളറിലൊക്കെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു ചൈൽഡിനെയും കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. റാപ്പറിൽ സ്പാനിന്റെ ലാസ്റ്റ് ചൈൽഡിനെ കൂടെ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ചൈൽഡിനും സെയിം പോലെ തന്നെ ഫിൽറ്ററിൽ അപ്പൊ നമ്മൾ സ്റ്റൈലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മള് സ്റ്റൈല് ഓക്കെ ആണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഇതിപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആവുന്ന സമയത്ത് ഒരു സുഖമില്ലാന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ബോഡി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റിലാവുമ്പോൾ ബ്ലാക്കിലാവുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലെ. അപ്പൊ നമുക്കൊരു ബ്ലാക്ക് കളർ കൊടുത്തു നോക്കാം. ആ ഇപ്പോഴാണ് അടിപൊളി അല്ലെ. നമ്മുടെ ആ ഒരു ക്ലോക്കിന് ഒരു അട്രാക്ഷൻ തോന്നുന്നത് ബ്ലാക്കിലാണ്. സോ ബ്ലാക്ക് മതി. അപ്പൊ നമ്മൾ ഇത്രയും സ്റ്റൈലുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 12 മണി അനങ്ങുന്നില്ല അല്ലെ. നമുക്ക് ഡിജിറ്റൽ ക്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോക്ക് നമുക്ക് ആ ഒരു കറക്റ്റ് ടൈം അല്ലെ, മിനിറ്റും സെക്കൻഡും ഒക്കെ മാറിയിട്ടുള്ള ഒരു കറക്റ്റ് ടൈം വരേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഫങ്ഷൻസ് എന്തിനു ചെയ്യണം? നമ്മള് ജാവാസ്ക്രിപ്റ്റിലാണ് ഫങ്ഷൻ ചെയ്യുക അല്ലെ. അപ്പൊ നമ്മള് ബോഡിയിൽ എന്ത് ചെയ്യണം? ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പൊ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. അപ്പൊ നമ്മൾ സ്പാൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം.
നമുക്ക് ഈ ഒരു ടൈം നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ പോവാണ്. സോ എന്താണ് സ്ക്രിപ്റ്റിൽ വരേണ്ടത്? നമുക്ക് ആദ്യം തന്നെ ഒരു ഇന്റർവെൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ സെറ്റ് ഇന്റർവെൽ, ഒരു കോൺസ്റ്റ് ടൈം ഉണ്ട്. സോ കോൺസ്റ്റ് ടൈം ഡോക്യുമെന്റ് ഡോട്ട് നമ്മൾ ID, നമ്മൾ ടൈം എന്നായിരുന്നല്ലേ ID കൊടുത്തത്. സോ നമ്മൾ ടൈം എന്നുള്ള ആ ഒരു ID നമ്മൾ എടുത്തു. കുറെ സെലക്ടറിൽ നമ്മൾ ആഷ് ടൈം, ലെറ്റ് ഡേറ്റ് ഈക്വൽ ടു ന്യൂ then let seconds date dot seconds. then നമുക്ക് AM PM വേണം. സോ ലെറ്റ് ഡേ നൈറ്റ് ഈക്വൽ ടു, തൽക്കാലം നമുക്ക് AM സ്റ്റാർട്ട് ചെയ്യാം. സോ AM കൊടുക്കാം. നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് AM കൊടുക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ടൈം പോയിട്ടുണ്ട്, പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. ഇനി നമ്മളിതിലൊന്നും പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ല, ഒക്കെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. സോ ഇനി നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. if hours എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ ഡേ നൈറ്റ് പറയുന്നത് PM ആണ്. കണ്ടീഷൻ നമ്മൾ കൊടുത്തു. ദെൻ അവേഴ്സ് എന്ന് പറയുന്നത് അവേഴ്സ് -12 ആണ്. ഫസ്റ്റ് കണ്ടീഷൻ കൊടുത്തു. ഇനി അടുത്ത കണ്ടീഷൻ ആണ് if hours എന്ന് പറയുന്നത് ലെസ് ദാൻ 10 ആണെങ്കിൽ then hours എന്ന് പറയുന്നത് hours equal to then അടുത്ത കണ്ടീഷൻ if അപ്പൊ നമ്മൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം ടൈം ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് ഈക്വൽ ടു അവേഴ്സ് പ്ലസ് 2 ഡോട്ട് പ്ലസ് മിനിറ്റ്സ് പ്ലസ് 2 ഡോട്ട് പ്ലസ് സെക്കൻഡ്സ് പ്ലസ് സ്പേസ് പ്ലസ്സില് ഡേ നൈറ്റ് ഇത്രയും നമ്മൾ കൊടുത്തു. നമുക്ക് ഇത് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പം ഇപ്പം 4:50 ആണ്. സോ നമ്മൾ 4:50 16:50 21 സെക്കൻഡ് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ട് അല്ലെ? സെക്കൻഡ് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സോ സെക്കൻഡ് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. ഇപ്പൊ PM ആണ്. സോ PM ആയി വന്നു. നല്ല അടിപൊളിയായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് സ്റ്റൈലുകൾ, ക്ലോക്കിന്റെ സ്റ്റൈലുകൾ മാറ്റി അതുപോലെ കളറുകളൊക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി വേറെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മള് ഒരുപാട് സ്റ്റൈലുകളൊക്കെ അപ്ലൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ടാക്കി അല്ലേ? വളരെ കളർഫുൾ ആയിട്ടാണ് നമ്മൾ ക്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്.
ഇതുപോലെ നിങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് സ്റ്റൈലുകൾ അപ്ലൈ ചെയ്താൽ പല വെറൈറ്റീസ് ആയിട്ടുള്ള ക്ലോക്കുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെയ്ത് നോക്കുമല്ലോ. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് CC സൈബർ ക്യാമ്പസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് വീഡിയോസ് ഇനി വരുന്നതാണ്. അതുപോലെ മുന്നേ ചെയ്തിട്ടുള്ള പൈത്തൺ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും കാണുക, ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്